നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. വൈദ്യശാസ്ത്രത്തിൽ വിവിധ രീതിയിലുള്ള ചികിത്സാ രീതികൾ ഇന്ന് നിലവിലുണ്ട്. അതിൽ പ്രധാനമാണ് ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി എന്നിവ. ഇന്ന് ഡോക്ടർ ലൈവിലൂടെ ഹോമിയോപ്പതി ചികിത്സകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ. ഇതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് സെൻട്രൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആയുഷിലെ എക്സിക്യൂട്ടീവ് മെമ്പറായ ഡോക്ടർ എസ് വിദ്യപ്രകാശ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, നമുക്ക് ആദ്യമായിട്ട് ഹോമിയോപ്പതി ചികിത്സ, ഹോമിയോപ്പതി എന്നാൽ എന്താണ്, ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ടൊന്ന് പറയാമോ? ഹോമിയോപ്പതി ചികിത്സ എന്ന് പറയുന്നത് ശരീരത്തെ മൊത്തമായി ചികിത്സിക്കുന്ന ഒരു വൈദ്യശാസ്ത്രമാണ്. എന്ന് പറഞ്ഞാൽ ഒരു രോഗിയുടെ മാനസികവും ശാരീരികവുമായ എല്ലാ ലക്ഷണങ്ങളും എടുത്തിട്ടാണ് ചികിത്സിക്കുക. ഓക്കെ ഡോക്ടർ, ഇപ്പം ഒരു രോഗി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡയഗ്നോസിസ് ചെയ്യുക? ഒരു അസുഖമായിട്ട് വരുമ്പോൾ ലക്ഷണങ്ങൾ കൊണ്ടാണോ? നമ്മുടെ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ, ഈ ഡയഗ്നോസിസ് എന്ന് പറയുന്ന ഒരു വാക്ക് ഇപ്പോൾ കൊമേഴ്ഷ്യലായിട്ട് ഉപയോഗിച്ചിട്ട് എന്തോ വലിയത് കണ്ടെത്താൻ പോവുകയാണെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കണം ജനങ്ങളുടെ. അത് ശരിക്കും ചീറ്റിങ്ങിന്റെ ഒരു ഭാഗമെന്നേ ഉള്ളൂ. അല്ലാതെ ശരിക്കും ഒറിജിനലി ഹോമിയോ ചികിത്സകനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ട് ഏർപ്പാടിലേക്ക് പോകേണ്ട കാര്യമില്ല. അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ പലപ്പോഴും നമ്മൾ ഈ രോഗലക്ഷണങ്ങളുണ്ടല്ലോ. ഇപ്പം ഒരു ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു അസുഖത്തെ ഒരാൾക്ക് വയറിളകി പോയിക്കൊണ്ടിരിക്കുക, അതിന് നമ്മളിനി ഭയങ്കരമായ പരിശോധന നടത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അയാൾക്ക് ലക്ഷണങ്ങൾ ഹോമിയോപ്പതിയിൽ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇയാളുടെ മലത്തിന്റെ രീതി, അതിന്റെ മണം, ദഹിക്കാനുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചുള്ള മരുന്ന് കൊടുക്കുകയും അത് കഴിഞ്ഞ് രോഗി തന്നെ വന്ന് പറയുകയാണ് എനിക്കിപ്പോൾ മുറുകിയ പോകുന്നത്. അത്രയും ഒരു ഷുവറായിട്ടുള്ള ഒരു ക്യൂർ എവിടെയുണ്ടോ? അപ്പൊ ശരിക്കും പറയാൻ ഈ ഡയഗ്നോസിസ് പലപ്പോഴും നമ്മുടെ പോക്കറ്റിൽ നിന്ന് കാശ് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. പല അസുഖങ്ങളും അങ്ങനെയാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പം പൊതുവായിട്ട് കണ്ടുവരുന്ന അസുഖങ്ങളാണല്ലോ വൈറൽ ഫീവർ, ചിക്കൻ ഗുനിയ, അങ്ങനെ ഒത്തിരി അസുഖങ്ങൾ. അതെല്ലാം മിക്കവാറും എല്ലാം ഒരേ ലക്ഷണങ്ങളാണ്. തലവേദന, കുളിര്, ദേഹവേദന, വായ്കയ്പ്, ആ ലക്ഷണങ്ങളാണ് എല്ലാം മിക്കവാറും ഈ വൈറൽ ഡിസീസിന്റെ എല്ലാം ജനറൽ സിംറ്റം. അതിന് ഹോമിയോപ്പതിയിലാണെങ്കിൽ ശരിക്കും ഒരൊറ്റ ദിവസം മതി, അത്ര ഫാസ്റ്റായിട്ട് പോകും. ഇപ്പം മനുഷ്യനെ ഇട്ട് ചികിത്സിച്ച് 2-3 മാസക്കണക്കിന് ചികിത്സിക്കുക, പിന്നെ അത് കഴിഞ്ഞ് നടുവേദനയും വേദനയൊക്കെ ആയിട്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് നടക്കുക. അതിനൊന്നും ആവശ്യമില്ല. വളരെ തൊട്ടടുത്തുള്ള ഒരു ഹോമിയോ ആശുപത്രിയിൽ പോയാൽ ഒറ്റ ദിവസം മരുന്നുകൊണ്ട് തീരാനുള്ള കാര്യമുള്ളൂ. പൊതുവെ ഡോക്ടർ സാധാരണയായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ ഹോമിയോപ്പതി ചികിത്സയ്ക്ക് പോയാൽ പെട്ടെന്ന് അസുഖത്തിന് റെമഡി ഉണ്ടാവില്ല, കുറച്ച് സമയം എടുക്കുമെന്നുള്ളൊരു ധാരണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അലോപ്പതിയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ പോയി, ആ കാലമേ പോയി. അത് ഇവര് തന്നെ പറഞ്ഞു വരത്തുകയാണ് ഹോമിയോപ്പതിയിൽ ഒരുപാട് സമയം എടുക്കുന്നു ഒക്കെ വെറുതെ. വർഷങ്ങളും മാസങ്ങളും ചികിത്സിച്ചതിന് ശേഷം ആണ് ഈ രോഗിയെ കൊണ്ടുവരിക. അവിടെ നമ്മൾ വളരെ തുച്ഛമായ സമയം കൊണ്ടാണ് ശരിയാക്കി കൊടുക്കുന്നത്. പിന്നെ ഇന്നിപ്പോ ലോകത്ത് ചികിത്സയില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് അസുഖങ്ങളുണ്ട്. ലോകത്ത് ചികിത്സയേ ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ ആ രോഗികളെയൊക്കെ മര്യാദയ്ക്ക് ഹോമിയോ മരുന്ന് കൊടുത്ത് കംപ്ലീറ്റ് സുഖവും പല രോഗങ്ങളും. ഇപ്പൊ അതിന്റെ ഒരു എക്സാമ്പിളാണ് പാണ്ട്. ലോകത്ത് ചികിത്സ ആളുകൾ എത്ര പേര് ആത്മഹത്യ ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. അതുപോലെ സോറിയാസിസ്, അതിനൊന്നും ഈ പറയുന്ന ഒരു വൈദ്യശാസ്ത്രക്കാരൻ്റെ കയ്യിൽ ഒരു മരുന്നുമില്ല. ഹോമിയോപ്പതിയിൽ മാത്രമേ ഉള്ളൂ അതിനൊക്കെ മരുന്ന്. അത് റിലേ ചെയ്ത ഒരു പാടുമില്ല എന്ന് പറഞ്ഞൊരു മുള്ള് എടുക്കുന്ന പാടുപോലില്ല സുഖമൊക്കെ. അത്ര സിമ്പിളായിട്ട് സുഖമാകും. ഡോക്ടർ, ഇപ്പം പാണ്ടിന് ചികിത്സ എത്ര കാലം എടുക്കും ഈ ചികിത്സ? എങ്ങനെയാണ് അതിന്റെ ചികിത്സാ രീതി? അതെങ്ങനെയാന്ന് വെച്ചാല് പാണ്ടെന്ന് പറയുന്നത് ശരിക്കും ഒരു തൊലിയുടെ പുറത്ത് കാണുന്നതെങ്കിലും ശരിക്കും തൊലിയുടെ പുറത്ത് അസുഖമല്ല, കാണുന്ന അവിടെയാണെന്നേ ഉള്ളൂ. അപ്പൊ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ മെലാനിൻ പിഗ്മെന്റേഷൻ ഇതായി പോകുന്നു. അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് ശരിക്കും അതിന്റെ ഒരു അസുഖക്കാരൻ. മെലാനിൻ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കുറഞ്ഞു പോയിട്ട് വരുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്താ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹോർമോൺ റെഡിയായി ഈ സ്കിന്നിന്റെ ഡേമസിലാണ് ഇതുണ്ടാകുന്നത്. ആ ഡേമസ് ലെവലിൽ മെലാനിൻ പിഗ്മെന്റേഷൻ വന്നിട്ട് ഓരോരോ പൊട്ടായിട്ട് ഇങ്ങനെ വരും. അപ്പം നമ്മൾ ചികിത്സിക്കുമ്പോൾ എന്താ കാണുന്നത് വെച്ചാൽ 8-10 മാസം എടുക്കും ഇതൊന്ന് ശരിയായി വരാൻ. കാരണം ആദ്യം അതിന്റെ ചുറ്റും കറുപ്പ് വന്ന് എന്നിട്ടാണ് ഓരോരോ പൊട്ടായിട്ട് വന്ന് കവർ ചെയ്ത് കംപ്ലീറ്റ് കവർ ചെയ്ത്. അതിന് കൃത്യമായിട്ട് ചികിത്സയുണ്ട്. അപ്പൊ 100% എഫക്റ്റീവ് ആയിട്ടുള്ള ചികിത്സ. അതെനിക്ക് തോന്നുന്നു പലർക്കും അറിയാത്തൊരു കാര്യം. പാണ്ട് വന്നാൽ പിന്നെ ചികിത്സയില്ല. ഇത് അല്ല, എനിക്കറിയാം. ഞാൻ അവിടെ ആത്മഹത്യ ചെയ്യാൻ പോയിട്ട് അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന ആളുകളെ ഞാൻ ചികിത്സിക്കുന്നുണ്ട് അവിടെ. ഡോക്ടറിന് ഹൃദ്രോഗത്തിന് പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ബ്ലോക്ക് കണ്ടെത്തിയിട്ട് അതിന് ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി ഇതൊക്കെ നടത്തുന്നവരുണ്ട്. അപ്പൊ ഹൃദ്രോഗത്തിന് ഹോമിയോപ്പതിയിൽ ചികിത്സകളുണ്ടോ? അതിപ്പോ വളരെ സിമ്പിളാണ്. ഇത് ഇന്നിപ്പോ നമ്മള് ചികിത്സ എന്ന് പറയുന്ന ഒരു കൊമേഴ്സ്യൽ സാധനമാണല്ലോ. അപ്പം ആളുകൾ പേടിക്കുന്നത് പറഞ്ഞാൽ ഇപ്പം നമ്മൾ
മൂക്കിന്റെ മേളിലൊരു മുഴയുണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ നോക്കുകൊണ്ടോന്ന്, ഹൃദയത്തിന്റെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ പേടിയായി മനുഷ്യൻ. അപ്പൊ അവൻ എന്തും കൊടുക്കാനും എന്തും ത്യജിക്കാനും തയ്യാറ്, താലിമാല വിറ്റ് ഇറങ്ങും. അപ്പൊ അതാണ് ഇപ്പോഴത്തെ ഒരു കോമൺ സെൻസ്. വളരെ സിമ്പിളായിട്ട് പോകുന്ന കാര്യങ്ങളാണ് പലപ്പോഴും വരുന്നത്. ഒരു ഗ്യാസിന്റെ ആഹാരമൊക്കെ മറ്റേക്ക് കഴിക്കാതെ വിശന്ന് നിൽക്കുക. നമ്മുടെ ആളുകൾ ഇപ്പോഴത്തെ ഈ ഫാസ്റ്റ് ലൈഫിൽ വരുന്ന ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ, പിന്നെ സമയത്ത് ആഹാരം കഴിക്കില്ല. സമയത്ത് ആഹാരം കഴിക്കാതെ വരുമ്പോൾ എന്താ, ഫെർമെന്റേഷൻ ഫുഡ് വരും. ഫെർമെന്റേഷൻ വന്നാൽ ഗ്യാസ് വരും. മേൽവശത്താണ് വരുന്നതെങ്കിൽ അത് മേളോട്ട് തള്ളും. ആ മേളോട്ട് തള്ളുമ്പോൾ എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ, പിന്നെ ഭയങ്കര നെഞ്ചത്ത് ഭയങ്കര കിതപ്പും വെള്ളമൊക്കെ വരും. അപ്പോൾ ഉടനെ എടുത്തോണ്ട് പോകും, ഇയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞു. അപ്പം തന്നെ ചെല്ലുന്നത് ഒരു വലിയ മെഷീന്റെ മുന്നിലേക്കാണ്. അവർ പിന്നെ അങ്ങോട്ട് അങ്ങ് കൈകാര്യം ചെയ്യലല്ലേ. ഇവന്റെ ഒരു കോളിന് ശേഷം തിരികെ വന്നാലോ. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. എന്റെ കൊച്ചിന്റെ കാര്യത്തിന് വേണ്ടിട്ടായിരുന്നേ. ചോദിച്ചോളൂ സാറേ. എന്റെ കൊച്ചിന് 2.5 വയസ്സായി. ആയിക്കോട്ടെ. അപ്പൊ അവളാണെങ്കി ഇത്ര നാളായിട്ട് നടക്കുവോ സംസാരിക്കുവോ കഴുത്തുറക്കോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമ്മള് ഒത്തിരി ചികിത്സയൊക്കെ ചെയ്തതാ. ആണോ? അപ്പൊ MRI സ്കാൻ ചെയ്തപ്പോ പറഞ്ഞു ബ്രെയിന് പ്രശ്നമാന്ന് പറഞ്ഞു, തലച്ചോറിന്റെ ഞരമ്പ് ബ്ലോക്ക് ആയി കിടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞരമ്പ് ബ്ലോക്കായി കിടക്കുന്നില്ല, അത് ചുമ്മാ പറയുന്ന. അത് അതിനകത്ത് ഇഷ്യൂ എന്താന്ന് വെച്ചാല്, ഈ മെന്റലി ആൻഡ് ഫിസിക്കലി റിട്ടാർഡഡ് ആണ് നിങ്ങളുടെ കുട്ടി. അത് ഒന്നുകിൽ ഓക്സിജൻ ഈ പ്രസവിക്കുന്ന സമയത്ത് ഈ നമ്മുടെ അമ്പലിക്കൽ കോഡ് കഴുത്തിൽ കുരുങ്ങിയിട്ട് ഓക്സിജൻ കുറഞ്ഞു പോവുകയോ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ജന്മസിദ്ധമായിട്ട് എന്തെങ്കിലും ജനറ്റിക് പ്രോബ്ലമുള്ളോ കേസിലുമാണ് ഇത് സംഭവിക്കുക. ഇപ്പോൾ ഇതിന് നല്ലത് ഹോമിയോ ചികിത്സയാണ്. നിങ്ങൾ ഈ 2.5 കൊല്ലം പോയി, അതുകൊണ്ട് ഇനിയൊന്നും ശരിയാവില്ല. അത് പോയതാണ്. ഇനി നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഹോമിയോ ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് കഴിക്കുക. അല്ല നിങ്ങൾ ഈ MRI സ്കാൻ എടുത്ത് കാശ് കളഞ്ഞ് നടന്നിട്ട് ഒരു കാര്യവുമില്ല കേട്ടോ. അടുത്ത ഒരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, ഞാന് മലപ്പുറം. ഹലോ. പറഞ്ഞു സാർ, ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. അപ്പോ എനിക്ക് ഒരു 35 വയസ്സായിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ അടുത്ത കാലത്ത് എന്റെ കാലിന്റെ വേദന ഉണ്ടായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തപ്പോ ഡിസ്കിന്റെ പ്രോബ്ലം ആണെന്ന്, ഡിസ്ക് ഒരു ഭാഗത്തേക്ക് L4 L5 തള്ളി ഇരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ്, മെഡിക്കലാണ്. അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഓപ്പറേഷനാണ്. ഹോമിയോപ്പതിയിൽ ഇത് കാലിന് കുറെ നേരം നടക്കുമ്പോൾ വേദന ഉണ്ട്, കുറെ നേരം നിൽക്കുമ്പോഴൊക്കെ വേദന ഉണ്ട്. ചെറിയ ചെറിയ ജോലികളൊക്കെ ചെറുതായിട്ടൊക്കെ നടക്കാം, അല്ലാത്ത സമയത്ത് കിടക്കാണ്. അപ്പൊ ഈ നട്ടലിന് ഓപ്പറേഷൻ ചെയ്യുമ്പോഴേ ഒരു പേടിയുണ്ട്. അപ്പൊ അതിന് ഹോമിയോപ്പതിയിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ട്? അത് ഒരു ഭാഗത്താണ് തള്ളിയിട്ടുള്ളത്. നിങ്ങൾ മലപ്പുറത്ത് എവിടെയാണ്? മലപ്പുറത്ത് വണ്ടൂരിനാണ് സാർ. വണ്ടൂരിനടുത്ത്. അവിടെ നല്ല സർക്കാർ ആശുപത്രികൾ ഇഷ്ടംപോലെ ഉണ്ട്, പ്രൈവറ്റ് ഡോക്ടർമാരും ഉണ്ട്. ഹോമിയോപ്പതിയിൽ മാത്രം മരുന്നുള്ള ഒരു സാധനമാണ് ഈ IVDP എന്ന് പറയുന്നത്. ഇൻട്രാവെട്രിബിൾ ഡിസ്ക് കൊലാപ്സ് എന്ന് പറയുന്ന രോഗമാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. അതിന് ഹോമിയോ മരുന്ന് കഴിച്ചാൽ ആദ്യമൊന്ന് വേദന കൂടും, ചിലപ്പം ഒരു 3 മാസമൊക്കെ വരെ കിടക്കേണ്ടിയും വരും. മരുന്ന് കഴിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത്. അതിന് ഓപ്പറേറ്റ് ചെയ്യരുത്. ഓപ്പറേറ്റ് ചെയ്താൽ നിങ്ങളുടെ ജീവിതം പോക്കാം. ഡോക്ടർ, ഇപ്പം ഹൃദയവാൽവുകളിലെ ബ്ലോക്കിന് ഹോമിയോയിൽ ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ചികിത്സ എത്ര കാലം നീണ്ടു നിൽക്കുന്നതായിരിക്കും? അത് ഓരോ ആളുടെയും പിന്നെ ശരീരപ്രകൃതി, അയാളുടെ ആഹാര രീതികൾ, ജീവിത രീതികൾ ഒക്കെ അനുസരിച്ചാണ് ഇരിക്കുക. അതങ്ങനെയാണ് എൻ്റെ രീതി. എത്ര നാൾ ചികിത്സിക്കേണ്ടി വരും? അത് ഓരോ ആളിലും വ്യത്യാസം. ഒരു 6 മാസം മരുന്ന് കഴിക്കുന്ന റെഡിയാകുന്ന ആളുകളുണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ കൊണ്ടുവരുന്ന ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് ആണല്ലോ, ഇപ്പൊ ഇവർ ഈ ബൈപ്പാസ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. അതിൽ കാണുന്ന വെച്ചാൽ ഒരു നെഞ്ചത്തൊരു എരിച്ചിലും ഒരു ബുദ്ധിമുട്ടുമായിട്ടാണ് രോഗി അസെൻഡിങ് ഡിസീസ്, സ്റ്റെപ്പ് കയറുമ്പോൾ കിതപ്പ് വരും. അതൊക്കെ ശരിക്കും 2 ആഴ്ച മരുന്ന് കഴിച്ചാൽ തന്നെ വരും. അത്ര സിമ്പിൾ അത്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള.